കർത്താവിനെ ആരാധിക്കാനായിട്ട് കടന്നു വന്ന എല്ലാ പ്രിയ സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഗ്രീക്ക് മിതോളജിയിൽ പ്രൊക്രാസ്റ്റിയൻ ബെഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നിങ്ങളാരും ഇത് കേട്ടിട്ടില്ല എന്നെനിക്കറിയാം. ഈ ബെഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കട്ടിലിൻ്റെ പ്രത്യേകത, അതിൽ കിടക്കുന്ന ആളുകൾക്ക് കട്ടിലിനേക്കാളും നീളക്കൂടുതലാണ് എങ്കിൽ അവരെ കണ്ടിച്ചുളയും കട്ടിൽ ഫിറ്റ് ചെയ്യാനായിട്ട്. നീളം കുറവാണെങ്കിൽ എന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തെ വലിച്ചു നീട്ടും. അതാണ് ഈ പ്രൊക്കാസ്റ്റസ് എന്ന് പറയുന്ന ആൾ ചെയ്ത ഒരു ക്രൂരതയാണ് അത്. അപ്പോൾ ഇത് വേദശാസ്ത്രത്തിലുള്ള ഒരു പ്രശ്നമാണ്. വേദശാസ്ത്രത്തിലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മളൊരു നല്ല സംവിധാനം ഉണ്ടാക്കും, നോക്കുമ്പോൾ നല്ലോണം ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് കാര്യം എന്താണെന്നറിയാമോ? നീണ്ടു കിടന്ന ഭാഗങ്ങളൊക്കെ കണ്ടിച്ചു കളഞ്ഞതാണ്. പിന്നെ ഫിറ്റ് ചെയ്യാത്ത എന്ത് ചെയ്തു? വലിച്ചു നീട്ടിയതാണ്. അപ്പം അങ്ങനെയാണ് ഈ നല്ലവണ്ണം ഫിറ്റ് ചെയ്യുന്ന പരിപാടികൾ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവർ ആ ആശയത്തിന് ചേരാത്ത വാക്യങ്ങളെയൊക്കെ ഉപേക്ഷിക്കും. ചേരാത്ത ആശയങ്ങൾ ഒരു വാക്യത്തിലുണ്ടെങ്കിൽ അത് വെട്ടിമാറ്റും. എന്നിട്ട് ചില വാക്യങ്ങളെയൊക്കെ വലിച്ചു നീട്ടും. വലിച്ചു നീട്ടിയിട്ട് ഒരു നല്ല സംവിധാനം ഉണ്ടാക്കും. മാർപ്പാപ്പ അദ്ദേഹമാണ് അപ്പോസ്തലനായ പത്രോസിൻ്റെ പിൻഗാമിയായിട്ട് സഭയെ ഭരിക്കുന്നത് എന്നതൊരു ഭയങ്കര സിസ്റ്റമാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കിയത്? അതുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ കുറേ വെട്ടി അങ്ങ് നിരത്തി. അതിനോട് ചേരാത്ത ഭാഗങ്ങളൊക്കെ അങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ ചില വാക്യങ്ങളൊക്കെ പറയുന്നതൊക്കെ ഇത് വലിച്ചങ്ങ് നീട്ടിയിട്ട് അത് ഫിറ്റ് ചെയ്യും. അപ്പം അങ്ങനെയാണ് സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത്. കത്തോലിക്കർക്ക് മാത്രമല്ല പ്രശ്നമുള്ളത് കേട്ടോ, നമുക്കും വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ 13-ാമത്തെ അധ്യായത്തെ അധികരിച്ച് 2-ാമത്തെ പ്രസംഗമാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നി, എന്തിനാ ഈ അച്ചാൻ ഇതൊക്കെ പറയണേ, ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ, ചിലപ്പോൾ അല്പസാങ്കേതികമായിട്ട് ഞാൻ ടെക്നിക്കലായിട്ടൊക്കെ ചില കാര്യങ്ങൾ പറയും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ അധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തി ഡിവൈൻ ഡിസൈൻ ഓഫ് മിനിസ്ട്രി എന്ന് പറയുന്നൊരു ക്രമീകരണം നമ്മുടെ സഹോദരന്മാരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ക്രമീകരണം യഥാർത്ഥത്തിൽ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്രമീകരണമാണോ എന്ന ഒരു പരിശോധനയും ഈ വാക്യത്തെ സംബന്ധിച്ച് ഞാൻ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കതിലൊന്നും വലിയ താല്പര്യമുള്ള ആളുകളല്ല എന്നെനിക്കറിയാം. ഡിവൈൻ ഡിസൈൻ ഓഫ് മിനിസ്ട്രി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലായിരിക്കും, കേട്ടുകയാണ്. അത് നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പം ഞാൻ ഈ പറയുന്ന ചില കാര്യങ്ങൾ ഈ ഡിവൈൻ ഡിസൈൻ ഓഫ് മിനിസ്ട്രി എന്ന് പറയുന്ന സഹോദരന്മാരെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ അവർക്ക് ഞാൻ പറയുന്ന കാര്യം നല്ലോണം മനസ്സിലാവും. കാര്യം ചോദിച്ചാൽ, ഇതിനെക്കുറിച്ച് അങ്ങനെ ചൂഴ്ന്ന് ഈ വാക്യങ്ങളെയൊക്കെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് അവർ. എന്നാൽ ആ സ്നേഹിതന്മാർ ശ്രദ്ധിക്കാതെ പോയ ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ നിങ്ങളോട് പറയും. നിങ്ങൾക്കും കുറേ കാര്യങ്ങളൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കാം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ എന്നോട് ചോദിച്ചു, അപ്പോൾ എന്തുവാ പറഞ്ഞേ? അപ്പോൾ മിഷണറിമാരെ നിയമിക്കാൻ പറ്റുമെന്നാണോ പറഞ്ഞത്, അതോ പറ്റുകയില്ലെന്നാണോ പറഞ്ഞേ? എന്തുവാ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അല്പം നടുങ്ങി. എങ്കിലും അതിനൊരു മറുപടി പച്ചയായിട്ട് ഞാൻ ആരംഭമായിട്ട് നിങ്ങളോട് പറയാം. എന്നിട്ട് അതിനുള്ള വിശദീകരണം ഞാൻ നിങ്ങളോട് പറയാം. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മിഷണറിമാരെ സൃഷ്ടിക്കുവാൻ കഴിയുകയില്ല. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അപ്പോസ്തലന്മാരെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞങ്ങൾ അപ്പോസ്തലന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് വളരെ സംവാദമുണ്ട്. നമുക്ക് തമ്മിൽ സംവാദിക്കാം, അല്ലേ? ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു പറയുന്ന കാര്യം ശരിയാണോ അല്ലയോ എന്ന് പരിശോധിക്കണ്ടേ? അത് പറയാനുള്ളതായിരിക്കുന്ന അനുവാദം എനിക്കുണ്ട്. ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് പറയാനുള്ള അനുവാദം നിങ്ങൾക്കുണ്ട്. മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു പരിപാടിയുണ്ട് കേട്ടോ. അവരാശയത്തെ ആശയം കൊണ്ട് തീർക്കുന്ന ആൾക്കാരല്ല. ആശയം എനിക്ക് ഇഷ്ടപ്പെടുത്തില്ല, ഞാനെന്ത് ചെയ്യുന്നറിയാമോ? ആശയം പറയുന്ന ആളിനെ വെട്ടിക്കൊല്ലും. അതാണ് എൻ്റെ പണി. സൈലൻസിങ് ദി ആർഗ്യുമെൻറ്റ്.
ബൈ സൈലൻസിങ് ദ വൺ ഹു ബ്രിങ്സ് ദി ആർഗ്യുമെൻറ്റ്. എങ്ങനെയാണ് നമ്മൾ എതിർപ്പുകളെ ഒഴിവാക്കുന്നത്? എതിർപ്പുകൾ പറയുന്ന ആളുകളെ വെട്ടി നിർത്തും. അപ്പോൾ പിന്നെ ഒന്നും ഇല്ലല്ലോ, അപ്പോൾ ഒന്നും പറയത്തില്ല. എന്നല്ല, അത് ക്രിസ്തീയമല്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ബാബു ജോസഫൻ അങ്ങനെയൊക്കെ പറയും, ശരിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം നിങ്ങൾ അതിനെ എതിർക്കുക. ഇന്ന കാരണങ്ങളാൽ ഇദ്ദേഹം പറഞ്ഞ കാര്യം ശരിയല്ല എന്ന് പറയണം, അല്ലേ? അതാണ് ക്രിസ്തീയ വിശ്വാസത്തിലെ കാര്യമെന്ന് പറയുന്നത്. അതാണ്. അപ്പം ഞാൻ ഈ ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞ ആ വാക്യം ഒന്നും കൂടെ വായിക്കാം, അല്ലേ? അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. നിങ്ങൾക്ക് അത്രയും പ്രാധാന്യമായിട്ട് അത് തോന്നിയിട്ടില്ല എന്നുള്ളത് ഈ സംവാദത്തിൽ നിങ്ങൾ ഇടപെടാത്തത് കൊണ്ടാണ്. നിങ്ങളതിലൊന്നും ഇടപെട്ടിട്ടില്ല. എന്നാൽ ചിലപ്പോൾ ചില സംവാദങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പം ആദ്യമേ സംവാദം എന്താണെന്ന് വിശദീകരിക്കണം. കാരണം ഇതെന്തുള്ള കാര്യം നമുക്കറിയില്ലല്ലോ. എന്നിട്ട് വേണം പിന്നെ സംവാദം നമ്മളുടെ ഭാഗമൊക്കെ അവതരിപ്പിക്കാനായിട്ട്. അത്രയും വിശദമായി പറയാനായിട്ട് എനിക്ക് നേരമില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ലെങ്കിലും ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെയാണ് എന്ന് നിങ്ങൾക്കൊരു പരിധിവരെ ബോധ്യമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ ഞാൻ ഈ വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 13-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യം, 4-ാമത്തെ വാക്യം കൂടെ ഞാൻ വായിക്കും. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്കിയോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായേൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട്, പരിശുദ്ധാത്മാവ് അവരെ അയച്ചിട്ടെന്നാണുള്ളത് കേട്ടോ, പറഞ്ഞയച്ചിട്ട് എന്നല്ല. അവർ സെലൂക്കിയിലേക്ക് ചെന്നു. അപ്പോൾ ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വാക്യങ്ങളെ അധികരിച്ച് ഇപ്പോഴും നമുക്ക് മിഷണറിമാരെ ഉണ്ടാക്കാം. മിഷണറിമാരെന്ന് പറയുന്നതിനേക്കാളും ഇഷ്ടം അപ്പസ്തലന്മാരെ സൃഷ്ടിക്കാം എന്നതാണ് ഈ ഡിവൈൻ ഡിസൈൻ ഓഫ് മിനിസ്ട്രി. ദൈവം ശുശ്രൂഷകൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ക്രമീകരണം എന്ന് നമ്മളുടെ സഹോദരന്മാർ പറയുന്നത്. അത് ഈ 13-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ ആ ഉദ്ദേശത്തോടു കൂടെ അല്ല ലൂക്കോസ് എഴുതിയത്. ഈ നിലയിൽ അപ്പസ്തലനായ പൗലോസിനെയും ബർന്നബാസിനെയും അയച്ചതുപോലെ ഇന്ന് സഭയ്ക്ക് മിഷണറിമാരെ അയക്കാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള മിഷണറിമാരിന്നില്ല എന്നതാണ് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വേദഭാഗം മിഷണറിമാരെ അയക്കുന്നതിന് ഇന്ന് ഉള്ള രീതിയാണ് എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇതാണ് ദിസ് ഈസ് ദി പാരഡൈം ഫോർ സെൻഡിങ് മിഷണറീസ്. മിഷണറിമാരെ അയക്കുന്നതിനുള്ള പാരഡൈം, അതിൻ്റെ രീതി എന്ന് പറയുന്നത് ഇതാണ് എന്നാണ് നമ്മൾ സഹോദരന്മാർ പറയുന്നത്. അപ്പോൾ അതല്ല എന്നുള്ളതിന് ആദ്യത്തെ അല്ല എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ പോയിൻ്റ്. അതാ മിഷണറിമാരെ അപ്പോസ്തലപ്രവൃത്തികൾ 1-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ അനുസരിച്ച് അയക്കുവാനായിട്ട് അതിലുള്ളൊരു അടിസ്ഥാനപരമായ ക്രമീകരണമല്ല എന്നതാണ് ഞാൻ പറയുന്നത്. അതിനുള്ള കാരണം ഞാൻ പറയാം. അതിന് 3 കാരണങ്ങൾ ഞാൻ മുഖവുരിയായിട്ട് നിങ്ങളോട് പറയാം. അതായത് അപ്പോസ്തലപ്രവൃത്തികൾ എന്ന് പറയുന്ന പുസ്തകം, അപ്പോസ്തലപ്രവൃത്തികൾ നിങ്ങൾ ബൈബിൾ പഠിക്കുന്ന നല്ല കാര്യമാണ് കേട്ടോ. അപ്പോസ്തലപ്രവൃത്തികൾ എന്ന് പറയുന്ന പുസ്തകം ഇറ്റ് ഈസ് എ നറേറ്റീവ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു വിശദീകരണ പുസ്തകമാണ് അപ്പോസ്തലപ്രവൃത്തികൾ. ലേഖനങ്ങളും വിശദീകരണവും നമ്മൾ വ്യത്യാസം എന്താ? ലേഖനങ്ങളെന്ന് പറയുന്നത് നമ്മൾ എന്തോ ചെയ്യണം എന്ന് നമ്മളോട് നേരിട്ട് പറയുന്ന വേദഭാഗങ്ങളാണ്. ദാറ്റ് ഈസ് ദി എപ്പിസ്റ്റലറി ലിറ്ററേച്ചർ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത അതാണ്. എന്നാൽ വിശദീകരണ ആ രീതിയിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പറയുന്ന കാര്യങ്ങളിൽ പലതും വിശദീകരണമാണ്. അവരിങ്ങനെ ചെയ്തു എന്ന് നമ്മളോട് പറയും. അങ്ങനെ നമ്മൾ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചല്ല, അവരിങ്ങനെ ചെയ്തു. കർത്താവായ യേശു ക്രിസ്തു 5 അപ്പവും 2 മീനും എടുത്തു. 5 അപ്പവും അതിനെ വാഴ്ത്തിയിട്ട് 5000-ത്തിലധികം പുരുഷന്മാർക്ക് അത് ഭക്ഷണമായിട്ട് കൊടുത്തു. അതെന്താണ്? അത് വിശദീകരണമാണ്. ഞാൻ ഉടനെ 5 അപ്പവും കയ്യിലെടുക്കും, 2 മീനും എടുക്കും. എന്നിട്ട് ഞാനെന്ത് ചെയ്യും?
വാഴ്ത്തതിന് ശേഷം ഞാനും ഭാര്യയും കൂടെ കഴിക്കും, അത്രേ ഉള്ളൂ. അത് 5000 പേർക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ചോദിച്ചാൽ അത് വിശദീകരണമാണ്. കർത്താവ് അങ്ങനെ ചെയ്തു, അതുകൊണ്ട് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമെന്നല്ല. അതിൽ പ്രമാണങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പ്രമാണങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് വിശദീകരണ വേദഭാഗങ്ങൾ എന്ന് പറയുന്നത് അവരെന്ത് ചെയ്തു എന്ന് പറയുന്ന വേദഭാഗങ്ങളാണ്. ചില ഇടങ്ങളിൽ നമുക്ക് വിശദീകരണ വേദഭാഗങ്ങളാണെങ്കിലും അതിൻ്റെ എഴുത്തുകാരൻ്റെ ആ ഒരു പ്രത്യേക രീതി അനുസരിച്ച് ഇത് വിശദീകരണം മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ബാധകമാണ് എന്നുള്ള സൂചനകൾ അദ്ദേഹം പറയും. മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അത് അപ്പോസ്തലന്മാർക്ക് മാത്രമാണോ? അല്ലേ, അത് നമുക്കൊക്കെ ബാധകമായ കാര്യം. അപ്പോൾ എഴുതി വരുന്ന ആ രീതി കാണുമ്പോൾ നമുക്കറിയാം ഇത് വിശദീകരണം മാത്രമാണോ അതോ നമുക്ക് ബാധകമായിരിക്കുന്ന കാര്യമാണോ. അപ്പോൾ ആ 2 വാക്കുകൾ നിങ്ങളുടെ ഓർമ്മയിൽ വയ്ക്കണം. ഡിസ്ക്രിപ്റ്റീവ്, പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നതായിരിക്കുന്ന 2 ഇംഗ്ലീഷ് വാക്കുകൾ. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ വിശദീകരണം, പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ വിശദീകരണം യഥാർത്ഥത്തിൽ നമ്മൾ അനുസരിക്കാനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടുള്ള കാര്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ ഈ 13-ാമത്തെ അധ്യായം ഇത് ഡിസ്ക്രിപ്റ്റീവായിട്ട് വിശദീകരണ സാഹിത്യമാണല്ലോ. അപ്പോൾ അത് പ്രിസ്ക്രിപ്റ്റീവാണോ എന്നുള്ള ചോദ്യം ചോദിക്കണം. 13-ാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചാൽ ലൂക്കോസ് ഈ വേദഭാഗത്തെ സംബന്ധിച്ച് നമ്മളെല്ലാവരും അനുസരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ അല്ല അത് എഴുതിയത് എന്ന് ബോധ്യമാകും. അതൊരു വിശദീകരണ ഭാഗമാണ്. നിങ്ങളെല്ലാവരും ഇനിയും അപ്പോസ്തലന്മാരെ അയക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കാനായിട്ട് ഞാൻ ഈ വേദഭാഗം എഴുതുകയാണ് എന്നൊരു സൂചന ആ വേദഭാഗത്തില്ല. എന്നാൽ 20-ാമത്തെ അധ്യായം നിങ്ങൾ നോക്കൂ. അപ്പോസ്തലപ്രവൃത്തി 20-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഫേസോസിലെ മൂപ്പന്മാരെ വിളിച്ചതിന് ശേഷം താൻ എങ്ങനെയാണ് എഫേസോസിൽ പ്രവർത്തിച്ചത് എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഭാഗത്ത് പറഞ്ഞു വരുമ്പോൾ നമുക്കറിയാം യഥാർത്ഥത്തിൽ അത് അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രവർത്തനം മാത്രമല്ല, ദൈവവേല ഉൾപ്പെടുന്ന എല്ലാവരും ആ മാതൃക പിൻപറ്റണം എന്നുള്ള ലക്ഷ്യം ആ ഭാഗത്ത് ലൂക്കോസിനുണ്ട് എന്നുള്ള കാര്യം ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നാൽ 13-ാമത്തെ അധ്യായത്തിൽ അങ്ങനെയുള്ളൊരു സൂചന നമുക്ക് ലഭിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഇതിനെ നോർമറ്റീവായിട്ട്, ഇതിനെ പ്രിസ്ക്രിപ്റ്റീവായിട്ട് എടുക്കാനായിട്ട് പറ്റുകയില്ല എന്നതാണ് എൻ്റെ 1-ാമത്തെ വാദം. അതാണ് എൻ്റെ 1-ാമത്തെ വാദം. ദിസ് ഈസ് നോട്ട് പ്രിസ്ക്രിപ്റ്റീവ്. അതിനകത്ത് നമുക്ക് വാദകമായിട്ടുള്ള ഒന്നും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. എന്നാൽ ഇത് ഈ രീതിയിലാണ് അപ്പോസ്തലന്മാരെ സൃഷ്ടിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയല്ല ഈ 13-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം അല്ലെങ്കിൽ 13-ാമത്തെ അധ്യായം എഴുതി തന്നിരിക്കുന്നത്. ആ ഉദ്ദേശത്തോടു കൂടെയല്ല. 2-ാമത്തെ കാരണമെന്ന് പറയുന്നത് ഈ ഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ആവർത്തിക്കാൻ കഴിയാത്ത പല കാര്യങ്ങൾ അതിലുണ്ട്. ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ പല കാര്യങ്ങൾ നമുക്ക് ആവർത്തിക്കാൻ പറ്റാത്തതായിട്ടുണ്ട്. ഇപ്പം 5 അപ്പവും 2 മീനും എടുത്തു വാഴ്ത്തി എന്ന് പറയുന്ന കാര്യം അത് നമുക്ക് ബാധകമല്ല എന്നുള്ള കാര്യം പെട്ടെന്ന് നമുക്കറിയാം. അതിൻ്റെ കാര്യം എന്താ? നമ്മൾ 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തിയാൽ ഒന്നും സംഭവിക്കത്തില്ല. അത് കയ്യിൽ ഇങ്ങനെ ഇരിക്കും. മീൻ എടുത്തതിൻ്റെതായിരിക്കുന്ന ഒരു ചെറിയ നാറ്റം ഉണ്ടാകുമെന്നല്ലാതെ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അത് പ്രത്യേകമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇറ്റ് ഈസ് ആക്ച്വലി ഡിസ്ക്രിപ്റ്റീവ്, ഇറ്റ് ഈസ് നോട്ട് പ്രിസ്ക്രിപ്റ്റീവ്. 2-ാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, 2-ാമത്തെ കാര്യം അതായത് 2-ാമത്തെ കാര്യം പറഞ്ഞു തന്നില്ല, ചില കാര്യങ്ങൾ നിസ്തുല്യമാണ്. അതിനകത്ത് നടന്ന കാര്യങ്ങളിൽ ചിലത് നമുക്ക് ആവർത്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോസ്തലൻ ഈ 5 ആൾക്കാർ ഒരുമിച്ച്, 5 ആൾക്കാരാണോ അതിൽ കൂടുതൽ ആൾക്കാരുണ്ടോ നമുക്കറിയത്തില്ല. ഏതായാലും ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, പൗലോസിനെയും ബർന്നബാസിനെയും, ശൗലിനെയും എന്നാണ്, ബർന്നബാസിനെയും ശൗലിനെയും വേലയ്ക്കായിട്ട് വേർതിരിക്കണം. അത് മനുഷ്യർക്ക് കേൾക്കാവുന്ന നിലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവാചകന്മാരിലൂടെ വ്യക്തമായി സംസാരിച്ച കാര്യമാണ്, അല്ലാതെ അവരുടെ ഹൃദയത്തിൽ തോന്നിയ ഒരു കാര്യമല്ല. ശരി, നമുക്ക് കുഞ്ഞപ്പനെ അപ്പോസ്തലനാക്കാം എന്നുള്ളതായിരിക്കുന്ന തീരുമാനം വന്നപ്പോൾ അവരെന്ത് ചെയ്തു? അവർ ഹൃദയത്തിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായി. അങ്ങനെയല്ല, കുഞ്ഞപ്പനെ അപ്പോസ്തലനാക്കുക എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പ്രവാചകനിലൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, ശരിയാ, ഇപ്പം പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല കേട്ടോ, അത് വേറെ കാര്യം. ഏതായാലും ശരി, അങ്ങനെ പറയാനൊക്കത്തില്ല, അങ്ങനെ പറയുന്നില്ല. അസാധ്യമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ സഹോദരന്മാരാരും അങ്ങനെ സംഭവിക്കുമെന്ന് പറയുന്നില്ല. അതിനുശേഷം നമ്മളവിടെ കാണുന്നതായിട്ടുള്ള അപ്പോസ്തലന്മാരുടെ പ്രത്യേകതകളൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം ഇത് നിസ്തുല്യമായ സംഭവമാണ്. വേറെ നിസ്തുല്യമായിട്ട് എന്താ പറയാൻ കഴിയുക? അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് വേർതിരിപ്പീനെന്ന് പറഞ്ഞു. ബർന്നബാസിന് ശൗലിൻ്റെ പ്രത്യേകതയാണ് 2-ാമത്
ഒരു യുണീക്കായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, പൗലോസ് എന്ന് പറഞ്ഞാൽ ആരാൾ? അയ്യോ, കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് വിളിച്ച് അപ്പോസ്തലനാക്കിയ ആളല്ലേ. ബർന്നബാസ് എന്ന് പറയുന്ന ആളാരാണ്? അദ്ദേഹം 12 അപ്പോസ്തലന്മാരോടുകൂടെ സഞ്ചരിച്ച് 12 അപ്പോസ്തലന്മാരുടെ കൂടെ പ്രവർത്തിക്കുന്നയാളാണ് ബർന്നബാസ്. അപ്പോൾ അദ്ദേഹത്തിന് നിസ്തുല്യമായിരിക്കുന്ന ഒരു വശം പൗലോസിനെ സംബന്ധിച്ചും ബർന്നബാസിനെ സംബന്ധിച്ചുമുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സാഹിത്യ രൂപത്തിൻ്റെ പ്രത്യേകത. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യമല്ല, അത് നിസ്തുല്യമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ് രണ്ടാമത്. മൂന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അപ്പോസ്തലന്മാരെ മിഷണറിമാരെ നിയമിക്കുന്നത് ഈ രീതിയിലാണ് എങ്കിൽ 12 അപ്പോസ്തലന്മാർ, അതിനുശേഷമാണ് അപ്പോസ്തലനായ പൗലോസ്. ഈ 12 അപ്പോസ്തലന്മാരും ആരായിരുന്നു? അവരെല്ലാവരും മിഷണറിമാരായിരുന്നു കേട്ടോ. നമുക്ക് മിഷണറി ആണെന്ന് പറയാനുള്ള ഒരു തെളിവെന്താ? നമുക്ക് ആ തെളിവുകൾ ഒരുപാടുണ്ട്. എങ്കിലും തോമസ് ലീഗ ഇന്ത്യ വന്നു ഇല്ലേ? 756 അദ്ദേഹം ഇന്ത്യയിൽ വന്നു. എങ്ങനെയാണ് വന്നത്? മിഷണറി ആയിട്ടാണ് വന്നത്. മിഷണറി വേല ചെയ്യാനായിട്ടാണ് വന്നത്. 12 അപ്പോസ്തലന്മാരും മിഷണറിമാരായിരുന്നു. അവർ മിഷണറി വേല ചെയ്തതാണ്. അപ്പോൾ 12 അപ്പോസ്തലന്മാരും പൗലോസും എല്ലാം മിഷണറിമാരാണ്. ഈ 12 അപ്പോസ്തലന്മാരെ ആരെയും ഈ നിലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് മിഷണറി വേലയ്ക്കായിട്ട് വേർതിരിച്ചതായിട്ട് നമ്മളെങ്ങും കാണുന്നില്ല. അവർ ഇങ്ങനെ മാത്രമേ മിഷണറി വേലയ്ക്കായിട്ട് അയക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് മിഷണറി വേലയുടെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കും, അപ്പം മറ്റേ 12 അപ്പോസ്തലന്മാരുടെ കാര്യമോ? അവരെ ആരും ഇങ്ങനെ അയച്ചതായിട്ട് പ്രാർത്ഥിച്ചതായിട്ടൊന്നും കാണില്ല. പ്രാർത്ഥിച്ച് കാണും കേട്ടോ, പക്ഷെ ഈ രീതിയിൽ ഇങ്ങനെ തന്നെ അവരെക്കുറിച്ച് ചെയ്തു എന്ന് പറയാനായിട്ട് നമുക്ക് യാതൊരു നിർവാഹവുമില്ല. അങ്ങനെ പറയാൻ ഒക്കത്തില്ല. അപ്പം അതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 13-ാമത്തെ അധ്യായത്തിന് ആദ്യത്തെ 3 വാക്യങ്ങളാണ് മിഷണറിമാരെ സൃഷ്ടിക്കുന്നതിനുള്ള വഴി എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ നമ്മൾ കാണുന്നത്. മറ്റേ 12 അപ്പോസ്തലന്മാരെ ഇങ്ങനെ അയച്ചതായിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ എന്ന് നമ്മളതിനെക്കുറിച്ച് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ അപ്പോസ്തലന്മാരെക്കുറിച്ച് പറയുമ്പോൾ ഞാനൊരു വാക്ക് പറയാം. അത് വളരെ പ്രസിദ്ധനായിരിക്കുന്ന ഒരു വേദപണ്ഡിതൻ പറഞ്ഞതാണ്, മാർട്ടിൻ ഹെങ്കൽ എന്ന് പറയുന്ന ആൾ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, അപ്പോസ്തലനായ പൗലോസും ഈ 12 അപ്പോസ്തലന്മാരെയും കുറിച്ചും പറയുമ്പോൾ അവർ മിഷണറിമാരായിരുന്നു എന്ന കാര്യം ശരിയാണ്. എന്നാൽ അവർ സാധാരണ മിഷണറിമാരായിരുന്നില്ല. അവർ അപ്പോസ്തലന്മാരായ മിഷണറിമാർ ആയിരുന്നു. അവർ അപ്പോസ്തലന്മാരായ മിഷണറിമാരായിരുന്നു. അവർ അപ്പോസ്റ്റോലിക് മിഷണറീസ്. ഇപ്പം ഞാൻ അങ്ങോട്ട് കയറി മിഷണറി ആയതിനു ശേഷം പൗലോസിനെ പോലെയാണ് ഞാനെന്ന് പറയാനൊക്കത്തില്ല. ഞാനൊരു ചെറിയ മനുഷ്യനല്ലേ, ഞാൻ അപ്പോസ്തലനൊന്നും അല്ലല്ലോ, ഞാൻ മിഷണറിയാകാം എനിക്ക്. എന്നാൽ പൗലോസിനെ പോലെയും മറ്റ് അപ്പോസ്തലന്മാരെ പോലെയും ഉള്ള മിഷണറി അല്ലെങ്കിൽ ആ നിലയിലുള്ളൊരു കപ്പാസിറ്റിയിൽ ആ നിലയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ഈ 12 അപ്പോസ്തലന്മാരെ മിഷണറിമാരായിട്ട് അയച്ചത് ഈ നിലയിലാണ് എന്നുള്ളതിന് യാതൊരു സൂചനയും ഇല്ലാത്തതുകൊണ്ട് ഈ നിലയിൽ മാത്രമേ മിഷണറിമാരെ അയക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന കാര്യം സ്വീകാര്യമല്ല. അപ്പം അങ്ങനെ 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ശരി, രണ്ടാമത്തെ കാര്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ അപ്പോസ്തലന്മാർ, അതായത് ബർന്നബാസിനെയും അപ്പോസ്തലനായ പൗലോസിനെയും ഇവിടെ കൈവച്ച് ഇവരെ അയക്കുമ്പോൾ ഇവർക്ക് എന്താ കിട്ടിയത്? ഈ അന്ത്യോക്യയിലുള്ളതായിരിക്കുന്ന ആളുകൾ ഈ അപ്പോസ്തലന്മാരുടെ മേൽ കൈവച്ചു കേട്ടോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു. അപ്പോൾ അവർക്ക് എന്തോ കിട്ടി. ഈ കൈവെപ്പിൽ നിന്നും ഈ പരിപാടിയിൽ നിന്നും അവർക്ക് എന്താ കിട്ടിയത്? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് ഒന്നും കിട്ടിയില്ല. അയ്യോ, പ്രാർത്ഥിച്ചപ്പം ദൈവാനുഗ്രഹം ഉണ്ടായില്ലെന്നൊന്നും അല്ല ഞാനീ പറയുന്നത്. അപ്പോസ്തലനായ പൗലോസിനും ബർന്നബാസിനും ഇല്ലാത്തതൊന്നും അന്ത്യോക്യയിലെ സഭയിലുള്ള ആളുകൾ പ്രാർത്ഥിച്ചപ്പോഴും കൈവച്ചപ്പോഴും അവർക്ക് കിട്ടിയില്ല. അതിനോട് ചേർത്ത് ഒരു പ്രസ്താവന കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആത്മവരങ്ങളും കഴിവുകളും ശുശ്രൂഷകളും നൽകുവാൻ സഭയ്ക്ക് കഴിയുകയില്ല. അതാണ് ഞാനതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന പ്രസ്താവന. ഒരു സഭയ്ക്ക് വരങ്ങളും കഴിവുകളും ശുശ്രൂഷകളും ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ സാധിക്കുമെന്ന് പറയുന്ന ആളുകളുണ്ട്. അതാണ് കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. കത്തോലിക്ക സഭ പറയും, ഞങ്ങൾ കൈവച്ചാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിക്കും, ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ പറയും. അത് സംഭവിക്കില്ല കേട്ടോ. വരങ്ങൾ കൊടുക്കുക,
അതാർക്കും കൊടുക്കാൻ പറ്റില്ല? നമ്മളെല്ലാം കൂടെ കൂടി നമ്മുടെ ഋഷിത സഹോദരിക്ക് ഒരു വരം കൊടുക്കുക. അത് പറ്റില്ലതേ, അത് പറ്റില്ല. വരം കിട്ടണമെങ്കിൽ തമ്പുരാൻ തന്നെ തരണം. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ വരങ്ങൾ പ്രാപിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. പിന്നെ അപ്പസ്തലന്മാർ ചില പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ കൈവച്ചപ്പം ആളുകൾ പരിശുദ്ധാത്മാർ പ്രാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ആ അപ്പോസ്തോലിക പ്രത്യേകതയിൽ നിന്ന് അവർക്ക് ഉള്ള കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തു കൈവച്ചപ്പോൾ പ്രത്യേകമായ കാര്യങ്ങളൊക്കെ നടന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ ഇന്ന് ഉള്ള മനുഷ്യർക്ക് ആർക്കും അതിനുള്ള കഴിവില്ല. വരങ്ങൾ കൊടുക്കുന്നതിനോ കഴിവുകൾ കൊടുക്കുന്നതിനോ ശുശ്രൂഷകൾ കൊടുക്കുന്നതിനോ ഉള്ള കഴിവ് ഇന്ന് ഒരു വ്യക്തിക്കും സഭയ്ക്കും സഭയിലുള്ളതായിരിക്കുന്ന അധികാരത്തിലുള്ള ആളുകൾക്ക് ഒന്നും ദൈവം ആ കഴിവ് കൊടുത്തിട്ടില്ല. അത് ഈ വാക്യത്തിൽ തന്നെ വ്യക്തമല്ലയോ? അപ്പസ്തലനായ പൗലോസിനെയും ബർന്നബാസിനെയും കുറിച്ച് എന്തുവാ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് ദൈവം അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി അവരെ വേർതിരിക്കണമെന്നാ. അല്ല നിങ്ങളെല്ലാം കൂടി അന്ത്യോക്യയിലെ സഭ എന്ത് ചെയ്യണം? അവർക്കൊരു വേല കൊടുക്കണം, എന്നിട്ട് നിങ്ങളവരെ അയക്കണേ. അന്ത്യോക്യയിലെ സഭയ്ക്കൊന്നും വേല കൊടുക്കാൻ പറ്റില്ല. അന്ത്യോക്യയിലെ സഭയ്ക്ക് മിഷണറി വേല പരമേൽപ്പിക്കാനും സാധിക്കില്ല. കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് വരങ്ങൾ തരുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് കഴിവുകൾ തരുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് ശുശ്രൂഷകൾ നൽകുന്നത്. അല്ലാതെ ഒരു സഭയ്ക്കും ഒരു ക്രമീകരണത്തിനും മനുഷ്യർക്ക് ഈ പ്രത്യേകതകൾ കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്നോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറയണം. ഞാൻ പിന്നീട് അത് അല്പം കൂടെ വിശദീകരിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചോളാം. അതായത് സഭയ്ക്ക് എന്താ സാധിക്കുന്നത്? സഭയ്ക്ക് ഏതായാലും വരങ്ങൾ കൊടുക്കാൻ പറ്റില്ല, ശുശ്രൂഷകൾ കൊടുക്കാൻ പറ്റില്ല, അവർക്ക് പ്രത്യേകമായ കൃപകൾ കൊടുക്കാൻ പറ്റില്ല. അതൊന്നും സഭയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. അത് ദൈവത്തിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ അത് നൽകാൻ സാധിക്കുള്ളൂ. പിന്നെ എന്താ സഭയ്ക്ക് സാധിക്കുക? ഇവർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തല്ലോ. ഇവരെന്താ ചെയ്തത്? ഞാൻ പറയാം, ദൈവം ഇവരെ ഈ വേലയ്ക്കായി വിളിച്ചിരിക്കുന്നു എന്നുള്ളത് അംഗീകരിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു വിളി ഇദ്ദേഹത്തിനുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും. ദൈവവചനത്തെക്കുറിച്ച് പറയുമ്പോഴും അങ്ങനെയാണ് പറയുന്നത്. കത്തോലിക്കർ പറയും കേട്ടോ, ദൈവസഭയാണ് ബൈബിൾ നൽകിയത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രസ്താവന കേട്ടിട്ടുണ്ടോ? ദൈവത്തിൻ്റെ സഭയാണ് ബൈബിള് നൽകിയത്. ഇവനെയും ദൈവത്തിൻ്റെ സഭ, കത്തോലിക്ക സഭ വിചാരിക്കുക 3-4 പുസ്തകം എടുത്തു മാറുന്ന വിചാരിച്ചാൽ അവൻ എടുക്കും. ഒരു കാര്യം, ബൈബിള് നൽകിയത് സഭയില്ലയോ? അപ്പോൾ പിന്നെ എടുക്കുവോ കൊടുക്കുവോ? വേണ്ട. അല്ല, ഇപ്പം ഇതിനെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന പോലെ നോക്കുക. അത് പോട്ടെ പ്രസ്താവന നമുക്ക് വിടാം. ഏതായാലും ശരി, ഇഷ്ടമുള്ളപ്പോൾ ഞാൻ എടുക്കും, ഇഷ്ടമുള്ളപ്പോൾ ഇല്ലെങ്കിൽ വിടുമെന്ന് പറയാനൊക്കത്തില്ല കേട്ടോ. സഭയല്ല ബൈബിൾ നൽകിയത്. ബൈബിൾ നൽകിയത് ദൈവമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ വചനം എഴുതുവാൻ ദൈവമക്കളെ പ്രാപ്തിപ്പെടുത്തി അവരെ പരിശുദ്ധാത്മാവിനാലുള്ള ഇൻസ്പിറേഷൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ നിയന്ത്രിച്ച് ദൈവത്തിൻ്റെ വചനം എഴുതിച്ചത് ദൈവമാണ്, അല്ലാതെ മനുഷ്യരല്ല. എന്നാൽ സഭയ്ക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റും കേട്ടോ. അതെന്താണെന്നറിയാമോ? ഈ കിട്ടിയ കാര്യം ദൈവവചനമാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയും, അതിനെ സ്വീകരിക്കുവാൻ കഴിയും, ഇത് ദൈവവചനമാണെന്ന് പരസ്യപ്പെടുത്തുവാൻ കഴിയും. അത് ദൈവത്തിന് സഭയ്ക്ക് ചെയ്യാം. ചക്സ്വിൻഡാൾ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞ പ്രസ്താവന ഞാൻ അതിനോട് ചേർത്ത് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, ചർച്ച് ഈസ് നോട്ട് ദി ഒറിജിൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സഭയല്ല ദൈവവചനത്തിൻ്റെ ഉറവിടം. എന്നാൽ ദൈവത്തിൻ്റെ സഭയെന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ സ്വീകരണ സ്ഥലമാണ്. ഇറ്റ് ഈസ് എ പ്ലേസ് വെർ ഇറ്റ് ഈസ് റിസീവ്ഡ്. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചതും അതിനെ തിരിച്ചറിഞ്ഞതും ഇത് ദൈവവചനം തന്നെയാണ് എന്ന് പ്രഖ്യാപിച്ചതും ഒക്കെ ദൈവത്തിൻ്റെ സഭയാണ്. അത് ശരിയാ. പക്ഷെങ്കിൽ ദൈവവചനം നൽകാനായിട്ട് സഭയ്ക്ക് സാധിക്കില്ല. അതിനെ തിരിച്ചറിയുവാനും അത് ദൈവവചനമാണ് എന്ന് പരസ്യപ്പെടുത്തുവാനും ഒക്കെയുള്ള കഴിവ് ദൈവത്തിൻ്റെ സഭയ്ക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ശുശ്രൂഷകളെക്കുറിച്ചും വരങ്ങളെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഫിലിപ്പ് സഹോദരനാണ് ഇന്ന വരമുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുന്നേ. അത് കുറച്ച് നാളൊക്കെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഞങ്ങൾ നോക്കിയതിന് ശേഷം തോന്നുന്നുണ്ട്. 100% ശരിയാക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. എങ്കിലും ദൈവമക്കൾ പ്രാർത്ഥനാപൂർവ്വം ആളുകളെ നിരീക്ഷിക്കുകയും അവരുടെ കഴിവുകളെയൊക്കെ വിലയിരുത്തുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു കഴിവ് അദ്ദേഹത്തിനുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ പറയും, ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഹീസ് ടാലൻറ്റഡ് ഇൻ ദാറ്റ് റെസ്പെക്ട് എന്ന് പറയാൻ പറ്റും. അല്ലാതെ വരങ്ങളും പരിപാടികളും ഒന്നും കൊടുക്കാനായിട്ട് സാധിക്കില്ല.
അവിടെ നമ്മുടെ സഹോദരന്മാർ പറയുന്ന ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ, അന്ത്യോക്യയിലെ സഭയാണ് അപ്പസ്തലനായ പൗലോസിനെയും ബർന്നബാസിനെയും മിഷണറിമാരാക്കിയത്. അപ്പോസ്തലനായ പൗലോസിനെയും ബർന്നബാസിനും അപ്പോസ്തോലത്വം അല്ലെങ്കിൽ ഈ മിഷണറിമാരെ എന്നുള്ളതായിരിക്കുന്ന സ്ഥാനം കൊടുത്തത് അന്ത്യോക്യയിലെ സഭയാണെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് വാച്ച്മെന്നി എന്ന് പറയുന്ന ഒരാളിൻ്റെ ആശയത്തിൻ്റെ ഒരു പിന്തുടർച്ചയാണ് കേട്ടോ. നമ്മുടെ സഹോദരന്മാരെ സമ്മതിക്കുകയില്ല. പക്ഷേങ്കിൽ നോർമൽ ക്രിസ്ത്യൻ ചർച്ച് എന്ന് പറയുന്ന പുസ്തകം വായിച്ചു നോക്കിയാൽ അറിയാം, ഈ ആശയം വന്നത് വാച്ച്മെന്നി എന്ന് പറയുന്ന അദ്ദേഹം നല്ല ആളായിരുന്നു കേട്ടോ. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പരാതിയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാൾ ശരിയല്ല, വിറ്റ്നസ്ലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അവരുടെയും സഭയുടെ പേര് ലോക്കൽ ചർച്ച് എന്നാണ്. നമ്മളുടെ സഹോദരന്മാർ ഒരുമിച്ച് കൂടി ലോക്കൽ ചർച്ചിൻ്റെ പേര് മാറ്റി കിട്ടോ. എന്താ പറയുക, തദ്ദേശിക സഭകളെന്നാക്കി. നല്ല കാര്യം. കാരണം ചോദിച്ചാൽ ലോക്കൽ ചർച്ച് എന്ന് പറയുന്നത് ഇന്ന് വിറ്റ്നസ്ലിയുടെയാണ് ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്നത് ലോക്കൽ ചർച്ച്. അതൊരു ദുരുപദേശ പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ വാച്ച്മെന്നിയാണ് ഈ ആശയത്തിൻ്റെ ആരംഭം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം പറഞ്ഞു, അന്ത്യോക്യയിൽ നിന്ന് പൗലോസിനെയും ബർന്നബാസിനെയും അയച്ചപ്പോഴാണ് അവർ അപ്പോസ്തലന്മാരായത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോസ്തലനായ പൗലോസിനെയും ബർന്നബാസിനെയും വാച്ച്മെന്നി വിളിക്കുന്നത് ചർച്ച് ബിൽഡിംഗ് അപ്പോസ്റ്റൽസ് എന്നാണ്. ഫൗണ്ടേഷണൽ അപ്പോസ്റ്റൽസ് ആണ് മറ്റേ 12 ആൾക്കാർ. എന്നാൽ ബർന്നബാസും പൗലോസും ചർച്ച് ബിൽഡിംഗ് അപ്പോസ്റ്റൽസാണ്. അവരങ്ങനെ ആയിത്തീർന്നത് അന്ത്യോക്യയിലെ സഭയിൽ നിന്ന് അവർ അയച്ചതിൻ്റെ പേരിലാണ്. അപ്പോസ്റ്റെല്ലോ എന്നാണ് ഐക്യ എന്നുള്ളതിൻ്റെ ഗ്രീക്ക് വാക്കാണ്. അപ്പോസ്റ്റെല്ലോ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക്. അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? അപ്പോസ്റ്റെല്ലോ വിൽ ബിക്കം അപ്പോസ്റ്റൽ. അവർ അപ്പോസ്റ്റലന്മാരായിട്ട് മാറും എന്നാണ് വാച്ച്മെന്നി പറഞ്ഞത്. എന്നാൽ നമ്മൾ സഹോദരന്മാരെ കുറച്ചുകൂടെ മിടുക്കന്മാരാകട്ടോ. അവർ പറഞ്ഞു അത് സാധിക്കുകയില്ല. കാര്യം അപ്പസ്തലനായ പൗലോസിനെ അപ്പോസ്തലനാക്കിയത് അന്ത്യോക്യയിലെ സഭയാന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് കേട്ടോ. കാരണം കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് അപ്പസ്തലനായ പൗലോസിന് പ്രത്യക്ഷനായി തന്നെ അപ്പോസ്തലനാക്കി എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. മാത്രമല്ല അപ്പസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, മനുഷ്യനിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, പിതാവായ ദൈവത്താലും കർത്താവായ യേശു ക്രിസ്തുവിനാലും അപ്പോസ്തലനായ എന്ന് പറയുന്ന കാര്യം അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അന്ത്യോക്യയിലെ ആൾക്കാരാണ് പൗലോസിനെ അപ്പോസ്തലനാക്കിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരന്മാരും സമ്മതിക്കത്തില്ല. അതിൽ എനിക്ക് അവരോട് സ്നേഹം ഉണ്ട്. പക്ഷേ അവർ പറഞ്ഞു, എന്നാൽ അപ്പോസ്തലനായ പൗലോസിന് രണ്ടാമത്തെ ഒരു അപ്പോസ്തലത്വം കിട്ടിയത്. അതാണ് അവരുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് യഥാർത്ഥത്തിൽ ഒരു ഒറിജിനൽ അപ്പോസ്തലനാണ്. ഈസ് എ ഫൗണ്ടേഷൻ അപ്പോസ്തലൻ. എന്നാൽ അന്ത്യോക്യയിൽ നിന്ന് വിട്ടത് കൊണ്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടി? രണ്ടാമതൊരു അപ്പോസ്തലത്വം കൂടെ കിട്ടിയെന്ന്. അപ്പം ഞാൻ ചോദിക്കും, ഒറിജിനലുള്ള ആളിന് എന്തിനാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ്? അതിൻ്റെ ആവശ്യമുണ്ടോ? രണ്ടാമതൊരു അപ്പോസ്തലത്വം ഒറിജിനൽ ഉള്ള ആളിന് വേണം. ഡോക്ടറേറ്റ് PhD ബിരുദമുള്ള ഒരാൾ, അദ്ദേഹത്തിന് നമ്മളെല്ലാം കൂടി തീരുമാനിക്കുകയാണ്, ഇദ്ദേഹത്തിന് 4ാം ക്ലാസ്സിന് ജയിച്ചിരിക്കുന്നു എന്നുള്ള സർട്ടിഫിക്കറ്റും കൂടെ ഞങ്ങൾ കൊടുക്കാം. എൻ്റെ മോനെ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്തിനാ എനിക്ക്? PhD ബിരുദമുള്ള ആളിന് എന്തിനാ ഈ 4ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് പിന്നെ കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? അതിനകത്ത് വല്ല കാര്യമുണ്ടോ? സെക്കൻഡറി അപ്പോസ്റ്റൽഷിപ്പ് അപ്പോസ്തലനായ പൗലോസിന് അന്ത്യോക്യയിൽ നിന്ന് അയച്ചതുകൊണ്ട് കിട്ടിയെന്ന്. അതെന്തൊരു പരിപാടിയാണ്? അതിനെക്കുറിച്ച് ഞാനൊരു കാര്യം കൂടെ പറയാം. പ്രൈമറി അപ്പോസ്റ്റൽ എന്നുള്ള രീതിയിൽ അപ്പോസ്തലനായ പൗലോസിന് ചെയ്യാൻ കഴിയാത്ത എന്ത് കാര്യമാണ് സെക്കൻഡറി അപ്പോസ്റ്റൽ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത്? പ്രൈമറി ആയിട്ട് അപ്പോസ്തലനായ പൗലോസ് പ്രൈമറി ആണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അന്ത്യോക്യയിൽ സെക്കൻഡറി കിട്ടിയെന്ന് പറയാം. പക്ഷേ ഏത് കാര്യമാണ് അദ്ദേഹത്തിന് ചെയ്യാൻ വയ്യാത്തത്? പ്രൈമറി അപ്പോസ്റ്റൽ എന്നുള്ള രീതിയിൽ അപ്പോസ്തലനായ പൗലോസിന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവും സെക്കൻഡറി അപ്പോസ്റ്റൽ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് സെക്കൻഡറി അപ്പോസ്റ്റൽ എന്ന് പറഞ്ഞൊരു പരിപാടി അദ്ദേഹത്തിന് ആവശ്യമില്ല. അങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തിന് കൊടുക്കേണ്ട കാര്യവുമില്ല എന്നാണ് ഞാനതിനെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അന്ത്യോക്യയിലെ സഭ അപ്പോസ്തലനായ പൗലോസിനും ബർന്നബാസിനും എന്താ കൊടുത്തത്? അപ്പോസ്തലത്വം കൊടുത്തില്ല കേട്ടോ, മിഷണറി സ്ഥാനം കൊടുത്തില്ല കേട്ടോ. അവർ പറയുകയാണെങ്കിൽ ആ നിലയിലുള്ള ഒരു കാര്യവും അദ്ദേഹത്തിന് കൊടുത്തില്ല. അതിനോട് ചേർത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അതായത് ഒരു കാര്യം, 3ാമത്തെ പോയിന്റിലേക്ക് വരാം. ഞാനത് പറയാം, എന്നിട്ട് ഞാനതൊന്ന് സമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ 3ാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ഈ കൈവെപ്പിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ് ഞാൻ 3ാമത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്.
അപ്പം ഇപ്പോൾ മിഷണറിമാരെ ആക്കുന്നത് നമ്മുടെ രീതി അനുസരിച്ച് അല്ലേ, നമ്മുടെ സഹോദരന്മാരുടെ രീതി അനുസരിച്ച് മിഷണറിമാരെ ആക്കുന്നത് എങ്ങനെയാണ്? മിഷണറിമാരെ ആക്കുന്നത് സഭയിലെ മൂപ്പൻ കൈവച്ചാണ് മിഷണറി ആക്കുന്നത്. അപ്പം മിഷണറി ആയിട്ട് ഇദ്ദേഹത്തെ അയച്ചു കഴിഞ്ഞാൽ മൂപ്പൻ കൈവച്ചാൽ ഇദ്ദേഹം മിഷണറി ആയിട്ട് മാറും. എല്ലാവരും മാറത്തില്ല, ചില ആളുകൾ മാത്രമേ അങ്ങനെ മാറുള്ളൂ. അപ്പം ഞങ്ങളുടെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, അദ്ദേഹം ഒരു മിഷണറി ആക്കാൻ വേണ്ടി കൈവച്ചയാളാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ സാറേ, അങ്ങനെ സാറെന്നാണ് വിളിക്കുന്നത്, എൻ്റെ സാറേ ഞാൻ ഈ പണി അറിഞ്ഞില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും തുല്യരായിരുന്നു, പിന്നെ രണ്ടുപേരും മൂപ്പന്മാരായിരുന്നു. അപ്പോൾ ഈ മൂപ്പനോട് പറഞ്ഞു, നീ എൻ്റെ തലേ അല്ല മറ്റുള്ളവരോട് പറഞ്ഞു പഠിപ്പിച്ചതാ, നീ ഒന്ന് കൈവയ്ക്കാൻ പറഞ്ഞു. കൈവച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മിഷണറി ആയി. ആ മൂപ്പനേക്കാൾ വലിയ ആളായി. അപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ പൊന്നെ അതറിയുമായിരുന്നേ ഞാൻ തല്ലിക്കൊന്നാ കൈവയ്ക്കുന്നത്. ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നിട്ട് മിഷണറി പോയിട്ട് പിന്നെ മൂപ്പന്മാരെ കൈവയ്ക്കും. അത് മിഷണറിയുടെ ജോലിയാണ്. അപ്പോൾ അവരെ കൈവയ്ക്കുമ്പോൾ അവരെന്താവും? മിഷണറി താഴെയാവും. അതാണ് ആ കൈവെപ്പിൻ്റെ ഒരു രീതി. അതാ ചില കൈവെപ്പിൽ കൈവച്ചാൽ ആൾ വലുതാകും, മറ്റ് ചില കൈവെപ്പിൽ കൈവച്ചാൽ ആൾ നമുക്ക് അധീനരായിട്ട് നിന്നോളും എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയുള്ള ഒരു പണിക്കൊരു സുഖമില്ലല്ലോ, അതൊരു നല്ലൊരു പരിപാടി അല്ലല്ലോ. അപ്പം ശരി, അപ്പം മൂന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈ കൈവെപ്പിൻ്റെ പ്രാധാന്യമാണ്. കൈവെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈവെപ്പ് എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യത്തിൻ്റെ ഞാൻ രണ്ടാമത്തെ ഭാഗം പറയുമ്പോൾ ഞാൻ ബൈബിളിലെ ആശയം പറയാം. ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത് കൈവെപ്പ് എന്ന് പറയുന്നത് അപ്പോസ്തോലിക പിന്തുടർച്ചയുടെ ഭാഗമാണ്. അപ്പോസ്തോലിക പിന്തുടർച്ചയുടെ ഭാഗമാണ്. അപ്പോസ്തോലിക് സക്സഷൻ എന്നാണ് പറയുന്നത്. അപ്പോസ്തോലിക് സക്സഷനൊക്കെ ആരംഭത്തിലൊന്നും വലിയ ഉപദ്രവം ഇല്ലായിരുന്നു കേട്ടോ, വലിയ ഉപദ്രവമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പത്രോസ് അടുത്ത ഒരാളുടെ മേൽ കൈവച്ചു. അതാരാന്ന് അവർക്കറിയത്തില്ല. അപ്പോൾ ആരാധകർക്ക് നല്ല പിടിയില്ല. പിന്നെ ആ കൈവച്ചയാൾ അടുത്തയാളിൻ്റെ മേൽ കൈവച്ചു. പിന്നെ ആ ആളെന്ത് ചെയ്തു? അതിൻ്റെ അടുത്ത ആളിൻ്റെ മേൽ കൈവച്ചു. കൈവച്ച് ഇപ്പം നമ്മൾ നിന്ന് കൊടുക്കാൻ നമ്മളെ അങ്ങനൊന്നും കൈവയ്ക്കൂല. അങ്ങനെ വലിയ നല്ല സ്വാധീനമൊക്കെ ഉള്ള ആളാണെങ്കിൽ അവർ കൈവച്ച് കഴിഞ്ഞാൽ ഈ കൈയുടെ ഗുണം നമുക്കും കിട്ടും. അതാണ് ഈ അപ്പോസ്തോലിക് സക്സഷൻ എന്ന് പറയുന്ന ആൾ. ഒരിക്കലൊരു കൈനോട്ടക്കാരൻ്റെ അടുക്കൽ ഒരാൾ ചെന്നു. അപ്പം ഈ കൈനോട്ടക്കാരൻ ഈ ചെന്നയാളിനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യണമല്ലോ. ഉടനെ ഈ കൈ അങ്ങോട്ട് പിടിച്ച് അങ്ങ് വിരിച്ചതിന് ശേഷം അദ്ദേഹം ഈ മനുഷ്യരെ കൈയുടെ ഉടമസ്ഥൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ആശ്ചര്യപരതന്ത്രനായിട്ട് പറഞ്ഞു, ഇത് കൈയല്ല എന്ന് പറഞ്ഞു. അപ്പം അയാൾ ചോദിച്ചു, എൻ്റെ മോനെ ഇത് രാവിലെ ഇവിടെ ഞാൻ ചോറ് വരുത്തുന്നത് ഈ കൈ ഉപയോഗിച്ചത് ഇതിന് കൈയല്ലേ? ഉടനെ പറഞ്ഞത്, അതല്ലടോ ഞാൻ പറഞ്ഞത്, ഇത് സാധാരണ കൈയല്ല എന്നാ പറഞ്ഞത്. ഇത് സാധാരണ കൈയല്ല, കൂടിയ കൈയാ. അവ ഈ കൈ വയ്ക്കുന്ന ആളുടെ കൈ സാധാരണ കൈയല്ല, ഇത് വന്ന കൈയാണ്. മേളിൽ ഇങ്ങോട്ട് വന്ന് നമ്മളുടെ എന്ന് പറഞ്ഞാൽ ശരിയായാലും KP യോഹന്നാനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? പേര് പറയുന്നതിൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, പേര് പറയരുതെന്നൊക്കെ എന്നോട് പറയും. KP യോഹന്നാന് ഈ കൈ വേണം എന്നൊരാഗ്രഹം. അപ്പോൾ അദ്ദേഹം ഒരു സാധാരണ യോഹന്നാൻ സഹോദരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ സാധാരണമായി ഇരുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിന് യോഹാൻ പ്രഥമൻ എന്ന നിലയിലേക്ക് രൂപപ്പെട്ടു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ പുള്ളി എന്നറിയാമോ, CSIയിലെ ഒരു ബിഷപ്പിനെ കറക്കി. എത്ര കാശ് കൊടുത്തു എന്നുള്ള കൃത്യമായിട്ട് പറയാൻ എനിക്കറിയത്തില്ല. ഏതായാലും ശരി, കാശ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ കൈ തലയിലങ്ങ് വെച്ച് കഴിഞ്ഞപ്പോൾ സാധാരണക്കാരനായിരുന്ന ഉടുപ്പും ചട്ടയൊക്കെ ഇട്ട് നടന്ന, ചട്ടയല്ല ഉടുപ്പും മുണ്ടുമൊക്കെ ഉടുത്ത് നടന്ന KP യോഹന്നാൻ ഇതാ യോഹാൻ പ്രഥമനായി മാറി. അതാണ് ഈ കൈവെപ്പിൻ്റെ ആശ്ചര്യം എന്ന് പറയുന്ന പണിയതാ. എന്നാൽ അതിനെക്കുറിച്ചൊരു വാക്ക് പറയാതിരിക്കാൻ വരില്ല. അപ്പസ്തലന്മാരാരും ആരുടെ മേലും കൈവച്ചതായിട്ടോ, ആരുടെ മേലും കൈവച്ചതെന്നല്ല, ഈ നിലയിൽ കൈവച്ചതായിട്ടോ, പിന്നെ ആ വെച്ച ആളുകൾ പിന്നീട് വെച്ചതായിട്ടുള്ള യാതൊരു ചരിത്ര തെളിവുകളും ഇല്ല കേട്ടോ. ബൈബിളിൽ അങ്ങനെ തെളിവേ ഇല്ല. അപ്പസ്തലന്മാർ കൈവച്ചിട്ടുണ്ട്, പക്ഷേ അവർ പിന്നെ വേറൊരാളുടെ മേൽ കൈവച്ച് ആ കൈവെപ്പ് ഇങ്ങനെ കൈമാറ്റം ചെയ്ത് വന്നു എന്നുള്ള യാതൊരു തെളിവും ബൈബിളിലില്ല, ചരിത്രത്തിലുമില്ല. അപ്പോൾ അതുകൊണ്ട് കത്തോലിക്കയിലെ നമ്മളുടെ ആളുകൾ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ.
ഒരു 8-ാം നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പാണ് തുടങ്ങി കേട്ടോ. അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ അവർക്ക് അതിൻ്റെ രേഖകളൊക്കെ ഉണ്ട്. ഇന്ന ആളാണ് കൈവച്ചത്, ഇന്ന ആളാണ് കൈവച്ചത് എന്നൊക്കെ പറയാനുള്ളതായിരിക്കും രേഖകളുണ്ട്. പക്ഷേ 8-ാം നൂറ്റാണ്ടിന് മുൻപ്, നിശ്ചയമായിട്ടും 4-ാം നൂറ്റാണ്ടിന് മുമ്പ്, അതായത് നിക്കിയ കൗൺസിലിന് മുമ്പ് ഈ കൈവച്ച ആളുകളുടെ പേര് ചരിത്രത്തിലുള്ള മനുഷ്യരുടെ പേരല്ല. അവരാരും ചരിത്രത്തിലുള്ള ആളുകളല്ല. പ്രിക്യോസ്, കിക്കിയോസ്, മുക്കിയോസ് എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുകൾ അവരടിച്ചിട്ടുണ്ട്. അവരാണ് ഈ പത്രോസിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഏതായാലും മുറിഞ്ഞു കിട്ടുമോ? കാര്യം വെച്ചാൽ ഈ നിക്കിയോസും പ്രിക്യോസും ഒന്നും ചരിത്രത്തിലുള്ള മനുഷ്യരല്ല, ഇവർ സങ്കല്പത്തിലുണ്ടാക്കിയ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് പത്രോസിൻ്റെ അടുത്തോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. അപ്പം അങ്ങനെ ഒരു പരിപാടി ദൈവം ഉദ്ദേശിച്ച ഒരു പരിപാടിയല്ല. അങ്ങനെയൊന്നും കൈവച്ച് ആരെയും അപ്പസ്തലന്മാരാക്കാനും പ്രത്യേക അധികാരങ്ങൾ കൊടുക്കാനും സാധിക്കില്ല. നമ്മുടെ സഹോദരന്മാർ അങ്ങനെയൊന്നും പറയില്ല കേട്ടോ. അപ്പോൾ അവർ പറയുന്നത് കൈവയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ അവർ പറയും, കൈവച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാനത്തേക്ക് അവരെ നിയമിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അപ്പസ്തലന്മാരെ അധികം മൂപ്പന്മാർ കൈവച്ച് കഴിഞ്ഞാൽ അവരെ മിഷണറിമാരായിട്ട് അവർ രൂപപ്പെടും. അങ്ങനെയൊന്നും രൂപപ്പെടുകയില്ല. കാരണം ചോദിച്ചാൽ നിങ്ങൾ നോക്കുക, ഇവരുടെ മേൽ കൈവച്ചിട്ട് ഇവർക്കൊന്നും കിട്ടിയില്ല. അപ്പസ്തലനായ പൗലോസിനും ബർന്നബാസിനും കൈവച്ചതിൻ്റെ ഫലമായിട്ട് ഒന്നും കിട്ടിയതായിട്ട് നമുക്ക് പറയാനൊക്കത്തില്ല. അന്ത്യോക്യയിലെ സഭ കൈവയ്ക്കുന്നതിന് മുൻപേ തന്നെ 14 സംവത്സരങ്ങൾ മിഷണറിയായി പ്രവർത്തിച്ച ആളാണ് അപ്പസ്തലനായ പൗലോസ്. അന്ത്യോക്യയിലെ സഭയിൽ നിന്ന് വേണോ മിഷണറി സ്ഥാനം? 14 സംവത്സരങ്ങൾ ഒരു മിഷണറിയായി ഡമസ്കോസിൽ, അറേബ്യയിൽ, അതിനുശേഷം തർസീസിൽ, ഈ ഭാഗങ്ങളിലൊക്കെ മിഷണറിയായി പ്രവർത്തിച്ച ആളാണ്. അതിനുശേഷം 14-ാമത്തെ വർഷം അന്ത്യോക്യ വന്നു, എനിക്കൊന്ന് മിഷണറിയായി കൊള്ളാമെന്ന്. അതെന്തൊരു പരിപാടിയാണ്? അങ്ങനെ ഒരു പരിപാടിയില്ല. അദ്ദേഹം മിഷണറിയാണ്. നമ്മളുടെ ബർന്നബാസിനെ യെരുശലേമിൽ നിന്ന് അയച്ചതാണ് അദ്ദേഹം. അതിനുശേഷം മിഷണറി വേല, അതിന് മുമ്പ് തന്നെ മിഷണറി വേല ചെയ്യുന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അന്ത്യോക്യയിലെ സഭയിൽ നിന്നുള്ളതായിരിക്കുന്ന മിഷണറി സ്ഥാനമൊന്നും ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹം മുൻപ് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് പിന്നീടും. അദ്ദേഹത്തിന് ഉള്ളതൊന്നും പോയിട്ടുമില്ല, ഇല്ലാത്തതൊന്നും കിട്ടിയിട്ടുമില്ല. അപ്പസ്തലനായ പൗലോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലൻ എന്ന സ്ഥാനം ഉള്ള പൗലോസ് അന്ത്യോക്യയിൽ വന്നുകൊണ്ട് ആ സ്ഥാനമൊന്നും നഷ്ടപ്പെട്ടില്ല കേട്ടോ. അതിൽ കൂടുതലൊന്നും അന്ത്യോക്യയിൽ നിന്ന് എനിക്ക് കിട്ടിയതുമില്ല. അപ്പം അതുകൊണ്ട് അപ്പസ്തലന്മാരാകാനായിട്ട് കൈവച്ചാൽ സാധിക്കുമെന്ന് പറയുന്ന കാര്യം ശരിയല്ല. അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അന്ത്യോക്യയിലെ സഭ ഇപ്പം അപ്പോസ്തലനാകാനുള്ള കാരണമായിട്ട് ഇവർ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞുവെങ്കിൽ ഞാൻ അതൊന്നും കൂടെ പറയാം. അപ്പോസ്തലനാകാനുള്ള കാര്യം എന്താ? അപ്പോസ്തലനാകാനുള്ള കാര്യം അയക്കപ്പെടുന്നു. അപ്പോസ്റ്റെല്ലോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ പോകുന്നയാൾ അപ്പോസ്തലനായിട്ട് മാറും എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ എനിക്ക് പ്രിയ സഹോദരങ്ങളോട് പറയാനുള്ളത്, there is no apostello from അന്ത്യോക്യ. അന്ത്യോക്യയിൽ നിന്ന് ബർന്നബാസിനെയും പൗലോസിനെയും അയച്ചു എന്ന് പറയുന്നൊരു പ്രസ്താവനയില്ല. അയ്യോ, ഞങ്ങൾ ഏതാണ്ട് അങ്ങനെ സമാനമായൊരു വാക്ക് വായിച്ചല്ലോ. അവരെ പറഞ്ഞ് അയച്ചിട്ടില്ലേ? എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. അവിടെയാണ് നമ്മളുടെ പോയിന്റ് കിടക്കുന്നത്. അവിടെയാണ് പോയിന്റ്. അയക്കുക എന്ന് പറയുന്നതും പറഞ്ഞയക്കുക എന്ന് പറയുന്നതും രണ്ട് വാക്കുകളാണ്. അയക്കുക എന്ന് പറയുന്നതും പറഞ്ഞയക്കുക എന്ന് പറയുന്നത് രണ്ടാണ്. അപ്പോസ്റ്റെല്ലോ അല്ല ഇവിടെ പറഞ്ഞയച്ചത്, അപ്പോലുവോ എന്ന് പറയുന്ന വാക്കാ. അപ്പോലുവോ എന്ന് പറയുന്ന വാക്കാ. അപ്പോലുവോ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയത്തില്ല? എനിക്കറിയാം. അപ്പോൾ ലുവോ എന്ന് പറഞ്ഞാൽ ലൂസ് എന്നാ കേട്ടോ. പിന്നെ കെട്ട് അഴിച്ചു വിടുന്നതിനെയാണ് ലുവോ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക്. അപ്പോലുവോ എന്ന് പറഞ്ഞാൽ വിമുക്തരാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. അവരെ സ്വതന്ത്രരാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്ന് അവരെ പിരിച്ചുവിട്ടുന്നല്ല, അവരെ അതിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോലുവോ. അന്ത്യോക്യയിലെ സഭയിൽ നിന്ന് പൗലോസിനെയും ബർന്നബാസിനെയും അയച്ചിട്ടില്ല, അവരെ അയച്ചിട്ടില്ല. പിന്നെയോ
അപ്പസ്തലനായ പൗലോസിനെയും ബർന്നബാസിനെയും കർത്താവ് അയച്ച് അവർ കുറേ കാലത്തേക്ക് അന്ത്യോക്യയിൽ ഒരു പ്രത്യേകമായ ശുശ്രൂഷ ചെയ്യാനായിട്ട് അവർക്ക് ഇടവന്നു. അപ്പോൾ ആ ശുശ്രൂഷയിൽ നിന്ന് അവരെ വിടർത്തി, അവരെ വിമുക്തരാക്കി എന്നാണ് അന്ത്യോക്യയിലെ സഭ ചെയ്ത കാര്യത്തെക്കുറിച്ച് പറയുന്നത്. they were not sent but they were let off. അവരെ വിമുക്തരാക്കി വിടുകയാണ് ചെയ്തത്, അല്ലാതെ അയക്കുകയല്ല. പിന്നെ അയച്ചു എന്നുള്ളതായിരിക്കുന്ന ഒരു വാക്ക് പരിശുദ്ധാത്മാവ് അവരെ അയച്ചിട്ടെന്ന് പറയുന്നത് അപ്പോസ്തലോ അല്ല, പെമ്പോ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വാക്കാണ്. അതിനും ഏതാണ്ട് അപ്പോസ്തലരുടെ ശക്തി ഉണ്ടെന്ന് പലരും പറയും. ആ ശക്തി പരിശുദ്ധാത്മാവിനാണുള്ളത്, അല്ലാതെ അന്ത്യോക്യയിലെ സഭയ്ക്ക് അല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, സഭയിൽ നിന്ന് അയച്ചാൽ അതുകൊണ്ട് അപ്പോസ്തലനാകത്തില്ല. സഭയിൽ നിന്ന് അയച്ച ആളാണ് എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനാകത്തില്ല. സഭയ്ക്ക് അങ്ങനെ അപ്പോസ്തലന്മാരായിട്ട് അയക്കാനുള്ളതായിരിക്കുന്ന അധികാരവും കൊടുത്തിട്ടില്ല. പിന്നെ മിഷണറിമാരെ അയക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കുന്ന ചോദ്യമുണ്ട്. അപ്പോൾ ഇവർ കൈവച്ചതുകൊണ്ടും അയച്ചതുകൊണ്ടും എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഒരു കാര്യം കൂടെ പറയാം. അവരെന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, അവർ കർത്താവ് വിളിച്ചതായിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി പൗലോസിനെയും ബർന്നബാസിനെയും വേർതിരിച്ച് ആ വേല അവരെ പരമേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ അവരോട് ചേർന്ന് അവരോട് അതിനെ അംഗീകരിച്ച് അതിനെ പ്രസിദ്ധപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. അവരുടെ വേലയ്ക്ക് പിന്താങ്ങലായി നിൽക്കാം എന്ന് പ്രാർത്ഥനാപൂർവ്വം തീരുമാനിക്കുകയാണ് ചെയ്തത്, അല്ലാതെ അവരെ അപ്പോസ്തലന്മാരാക്കുകയല്ല ചെയ്തത്. അവർ മേൽ കൈവച്ചു എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ പറഞ്ഞ കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്നു, നിങ്ങളെ കർത്താവ് വിളിച്ചതാണ്, കർത്താവ് ഈ വേലയ്ക്കായിട്ടാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ സമ്മതിക്കുന്നു, ഞങ്ങളത് അംഗീകരിക്കുന്നു. ഈ വേലയ്ക്ക് ഞങ്ങളാലാവോളം നിങ്ങളെ സഹായിക്കാനും നിങ്ങളോട് ചേർന്ന് നിൽക്കാനും ഞങ്ങൾക്ക് മനസ്സാണ് എന്ന് പറയുന്ന ആ ക്രമീകരണമാണ് ഇവിടെ അന്ത്യോക്യയിലെ സഭ ചെയ്തത്. അല്ലാതെ അന്ത്യോക്യയിലെ സഭയിൽ അപ്പസ്തലനായിട്ട് ബർന്നബാസിനെയും പൗലോസിനെയും അവർ വേർതിരിക്കുകയോ അവരെ ആ നിലയിൽ അവരെ അയക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ അയക്കാനായിട്ട് പറ്റത്തില്ല, അങ്ങനെ അയക്കാനായിട്ട് സാധിക്കില്ല. ശരി, അതിനോട് ചേർത്ത് ഞാൻ ഈ അപ്പോസ്തലൻ എന്ന് പറയുന്നതായിരിക്കുന്ന പരിപാടിയെക്കുറിച്ച് ഇന്ന് അത് നമുക്ക് സാധ്യമാണോ എന്നുള്ളതിനെക്കുറിച്ചും കൂടെ ഒരു വാക്ക് ഞാൻ പറയാം. ഈ മിഷണറി എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ വ്യത്യാസം എന്താണ്? അപ്പം ഞാൻ പറയാം, മിഷണറി എന്ന് പറയുന്നതായിരിക്കുന്ന പരിപാടി എല്ലാ കാലത്തും നമ്മൾ ചെയ്യാനായിട്ട് ദൈവം ഉദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. മിഷണറി വേല എന്ന് പറയുന്ന കാര്യം എല്ലാ കാലത്തും ചെയ്യാനായിട്ട് ദൈവം ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം. കാരണം ചോദിച്ചാൽ, മിഷണറി എന്നുള്ളതിൻ്റെ ഏറ്റവും ലളിതമായിരിക്കുന്ന നിർവചനം ഞാൻ പറയാം. മിഷണറി എന്നുള്ളതിൻ്റെ ഏറ്റവും ലളിതമായിരിക്കുന്ന നിർവചനം എന്ന് പറയുന്നത്, ഒരു സഭയുടെ സ്വാധീന വലയത്തിൻ്റെ വെളിയിൽ സുവിശേഷ പ്രഘോഷണത്തിനും സഭാസ്ഥാപനത്തിനുമായി പോകുന്നയാൾ എന്നാണ് ഒരു മിഷണറി എന്നുള്ളതിൻ്റെ ഏറ്റവും ലളിതമായിരിക്കുന്ന നിർവചനം. അതാണ് ഒരു സഭയുടെ സ്വാധീന വലയത്തിന് വെളിയിൽ സുവിശേഷ ഘോഷണത്തിനും സഭാസ്ഥാപനത്തിനുമായി പുറപ്പെട്ടു പോകുന്നയാൾ, ആ വേല ചെയ്യുന്നയാൾ, അതാണ് മിഷണറി എന്ന് പറയുന്ന കാര്യം. എക്കാർട്ട് സ്നാബൽ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായിരിക്കുന്ന ഒരു പണ്ഡിതനുണ്ട്. ഒരു പക്ഷേ വർത്തമാനകാലത്ത് മിഷണറി പ്രവർത്തനത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി സംസാരിക്കുന്നയാൾ അദ്ദേഹമാണ്. അദ്ദേഹം ഫിലിപ്പീൻസിലൊക്കെ ഏറെക്കാലം മിഷണറിയായി പ്രവർത്തിച്ച ആളാണ്. ട്രിനിറ്റി ഇവാഞ്ചലിക്കൽ തിയോളജിക്കൽ സെമിനാരിയിലെ പുതിയ നിയമ ഗ്രീക്ക് വിഭാഗത്തിൽ തലവനായിട്ട് പ്രവർത്തിച്ചിരുന്നയാളാണ് എക്കാർട്ട് സ്നാബൽ എന്ന് പറയുന്നയാൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മിഷണറി വേലയെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്ന് എന്ന് പറയുന്ന ഇൻറ്റൻഷനാലിറ്റി, എന്തിനു വേണ്ടി നിങ്ങൾ പോകുന്നു എന്നതാണ് മിഷണറിയെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതാ, വാട്ട് ഈസ് യുവർ ഇൻറ്റൻഷൻ? ഇൻറ്റൻഷൻ, മിഷണറി ഡോക്ടേഴ്സ് എന്നൊക്കെ പറയുമല്ലോ, മിഷണറി ഡോക്ടേഴ്സ് എന്ന് പറയും, ഒരുപാട് മിഷണറിമാരെന്ന് പറയും. എന്നാൽ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സുവിശേഷ ഘോഷണത്തിന്റെ ഫലമായി ആളുകൾ രക്ഷിക്കപ്പെടണമെന്നുള്ളതായിരിക്കുന്ന ഉദ്ദേശവും, അങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെ സഭയായി രൂപീകരിക്കണം എന്നുള്ളതായിരിക്കുന്ന ഉദ്ദേശവും, അല്ലെങ്കിൽ അവരെ മിഷണറിമാരെന്ന് വിളിക്കാൻ പറ്റത്തില്ല. ദാറ്റ് ഷുഡ് ബി ദെയർ പർപ്പസ്. സുവിശേഷഘോഷണത്തിൻ്റെ ഫലമായി വിശ്വാസികൾ ആയിത്തീരുന്ന ആളുകളെ ഒരുമിച്ച് ചേർത്ത് സഭാരൂപീകരണവും പിന്നെ സഭയുടെ വളർച്ചയും അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി ഒരു സഭയിൽ നിന്ന് പോകുന്ന ആളുകളെയാണ് അയക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അതിൽ നിന്ന് പോകുന്ന ആളുകളെയാണ് മിഷണറിമാരെന്ന് പറയുന്നത്. അവിടെ ഒരു
സഹോദരന് അല്ലെങ്കിൽ സഹോദരിക്ക് ഇതിനുള്ളതായിരിക്കുന്ന പ്രാപ്തിയുണ്ട്, ഇതിനുള്ള പ്രത്യേകതകൾ ദൈവം പ്രത്യേകമായിരിക്കുന്ന കൃപകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് തിരിച്ചറിയുക എന്ന് പറയുന്ന ഒരു കാര്യം അപ്പോസ്തലർ 13-ാമത്തെ അധ്യായത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന രീതിയിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇന്ന് ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിനാൽ പ്രവചനമായി ജോസ് മാത്യു സഹോദരനെ കളമശ്ശേരി സഭയിൽ ഇംഗ്ലീഷ് വർഷിപ്പ് നടത്തുന്നതിന് വേണ്ടി നമ്മൾ കർത്താവ് വേർതിരിച്ചിരിക്കുന്നു എന്ന് പറയില്ല. ഞാൻ പറയും അങ്ങനെ. എൻ്റെ അഭിപ്രായത്തിൽ ജോസ് മാത്യു സഹോദരനെ ഇവിടെ ഇംഗ്ലീഷ് വർഷിപ്പ് നടത്താനായിട്ട് പ്രാപ്തിയുള്ള ആളാണെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ പ്രവാചകനൊന്നും എഴുന്നേറ്റ് നിന്ന് അങ്ങനെ പറയത്തില്ല. അപ്പം അങ്ങനെ പറഞ്ഞ് അല്ല ആളുകളെ ഈ കാലങ്ങളിൽ തിരിച്ചറിയുന്നു. പിന്നെ അവരെ ശ്രദ്ധിച്ചു. ജോസ് മാത്യു സഹോദരൻ ഇംഗ്ലീഷ് കേട്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് പറയാൻ കഴിവുള്ള ആളാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. സൂചിച്ചേട്ടൻ പറയാൻ താല്പര്യമുള്ള ആളാണ്, അദ്ദേഹത്തിന് ബൈബിൾ പറയാനറിയാം. അപ്പം ഞാൻ ജോസ് മാത്യു സഹോദരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ജോസ് മാത്യു സഹോദരൻ 10-60 വയസ്സായി, ഇനിയും പോയി വല്ല കമ്പനിക്കും കൊണ്ട് കഴുത്ത് കൊടുത്ത് അവിടെ കിടന്ന് ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങാതെ ദൈവവചനം പഠിക്കുവാൻ ദൈവം തന്നതായിരിക്കുന്ന പ്രാപ്തിയും ജോസ് മാത്യു സഹോദരനുള്ളതായിരിക്കുന്ന ഹൃദയത്തിന് ആഗ്രഹവും അനുസരിച്ച് ദൈവവേലയിൽ ദൈവവചന പ്രഘോഷണത്തിനായിട്ട് പൂർണ്ണമായും സമയം വേർതിരിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് പ്രവചനമൊന്നുമല്ല. ദിസ് മൈ ഒബ്സർവേഷൻ. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ, അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു ചിന്തയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ഭാര്യയും പറഞ്ഞു കേട്ടോ. എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ പറഞ്ഞതിന് അത്രയും കെറ്റപ്പ് കാണുകയില്ല, എങ്കിലും ശ്രദ്ധിക്കുന്ന മനുഷ്യർക്കൊക്കെ വരും. ആർഷ സഹോദരി പറയുമെന്ന് അതിൻ്റെ ഒരു വിചാരം, ഡിലീന് പറയുമായിരിക്കല്ലേ, അവർക്കൊക്കെ ഇത് ബോധ്യമായി. അതിൻ്റെ ഒരു അപ്പം ഞാൻ പറയുന്നു, ഇന്ന് മിഷണറിമാരെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ദൈവം നേരിട്ട് വന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കുന്ന പരിപാടിയല്ല. നമ്മൾ അവരുടെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും അവരുടെ ശുശ്രൂഷകളും കഴിവുകളും ഒക്കെ കണ്ടിട്ട് സഹോദരനെ കർത്താവ് സുവിശേഷ ഘോഷണത്തിനായിട്ടുള്ള പ്രത്യേക കൃപ തന്നയാളാണല്ലോ, സഹോദരൻ ആ പ്രവർത്തനത്തിന് വേണ്ടി പോകണം എന്ന് അദ്ദേഹത്തെ ഉത്സാഹിപ്പിക്കാനുള്ള കടപ്പാട് നമുക്കുണ്ട്. എന്നിട്ട് അദ്ദേഹം പോകുന്നുണ്ട്, എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. തല കൈവിടണമെന്ന് ഞാൻ പറയണില്ല, വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കാര്യം നിങ്ങളെ ഈ വേലയ്ക്കായിട്ട് ദൈവം വേർതിരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ബോധ്യമായിന്നേ അതുകൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞയക്കണം, പറഞ്ഞയച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിക്കണം മാത്രമല്ല, ഇച്ചിരി കാശ് അയച്ചു കൊടുക്കണം, അദ്ദേഹത്തിന് ജീവിക്കണ്ടേ. അപ്പം ആ നിലയിൽ പുറപ്പെട്ടു പോകുന്ന ആളിലാണ് മിഷണറിമാരെന്ന് പറയുന്നത്. ഒരു വാക്ക് ഞാൻ പറയുന്നത് ഇച്ചിരി കട്ടിയായി പോയി, എന്നോട് ക്ഷമിക്കണം. കൈവച്ചാൽ ഉടനെ കൊമ്പ് കിളിക്കുന്ന മിഷണറിമാർ, അങ്ങനെയുള്ള ആളുകളില്ല കേട്ടോ. കൈവച്ച് കഴിഞ്ഞു, ഇനിയൊരു സാധാരണ മനുഷ്യരൊന്നുമല്ല, ഒരു കൂടി ആൾക്കാരേ. അങ്ങനെയുള്ള മിഷണറിമാരൊന്നും ഈ കാലത്തില്ല കേട്ടോ. നമ്മൾ കൈവച്ച് എന്തിനാണെന്ന് ചോദിച്ചാൽ, ദൈവം നിങ്ങളെ ഈ വേലയ്ക്കായിട്ട് വിളിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ബോധ്യമായി. പിന്നെ 2 കാര്യം കൂടെ പറഞ്ഞത് ഞാൻ വീണ്ടും അടിവരയിട്ട് പറയാം. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു ഇല്ല, ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, ഇൻറ്റൻഷനാലിറ്റി എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തേന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു മൂവ്മെൻറ്റ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഭാഗം. മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ദൂരേക്ക് പോവുക എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദേ മൂവ്ഡ് ഔട്ട്. അവർ ഈ സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് ഈ സഭയുടെ സ്വാധീനത്തിൻ്റെ വെളിയിലേക്ക് പോകുന്ന ആ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മിഷണറിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദീസ് ആർ ദ 2 തിങ്സ്. ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ഇൻറ്റൻഷനാലിറ്റി, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പോകുന്നത് എന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൂവ്മെൻറ്റ്. നിങ്ങൾ സുവിശേഷം പറയാനായിട്ട് സുവിശേഷം കേട്ടിട്ടില്ലാത്ത നിർബന്ധമില്ല, എങ്കിലും നമുക്ക് നമ്മുടെ സ്വാധീന വലയത്തിന് വെളിയിലേക്ക് സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് സഭാസ്ഥാപനത്തിനായിട്ട് കടന്നു പോകുന്ന ആളുകളാണ് മിഷണറിമാർ. നമ്മുടെ സഹോദരന്മാരെക്കുറിച്ച് ഞാൻ പച്ചയായിട്ട് പറയും, അവർ മിഷണറിമാരല്ല കേട്ടോ. അവർ സഭാ ഭരണത്തിന് വേണ്ടിയുള്ളൊരു ക്രമീകരണമാണ്. മിഷണറി ആയതിനു ഇതെന്താ ജോലി എന്തുവാ? ഇവിടെയുള്ള സഭയെ ഭരിക്കുക, അതാ പണി. അത് കൊള്ളാമല്ലോ, അത് മിഷണറിയാണോ? അതിനെ നിങ്ങൾ ബിഷപ്പെന്നോ ആർച്ച് ബിഷപ്പെന്നോ വിളിക്കുക. മിഷണറിയുടെ ജോലി പ്രാഥമികമായി പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം സുവിശേഷ ഘോഷണത്തിനും സഭാസ്ഥാപനത്തിനുമായി ദൂരേക്ക് അദ്ദേഹം പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം മിഷണറിമാരെ നമുക്ക് അയക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ, അയക്കുക എന്നുള്ളതിനേക്കാളും ഉപരി അവരെ പോകാനായിട്ട് സുവിശേഷ പ്രവർത്തനത്തിനായി പോകാൻ, അവരുടെ പിൻബലമായി നിൽക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരെ സഹായിക്കുവാൻ, അതിനുള്ള ഉത്തരവാദിത്വം എല്ലാ സഭകൾക്കുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ എന്നോട് ചേർത്ത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മിഷണറിമാരെ അയക്കുന്ന സഭ മാത്രമാണ്
മിഷണറിമാരെ അയക്കുന്നതിനുള്ള ഉത്തരവാദിത്വ സഭയ്ക്കാകട്ടോ. മിഷണറിമാരെ സഭയിൽ നിന്ന് അയക്കുന്നതാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത് ശരിയാ. എന്നാൽ സഭയുടെ പരാജയം കൊണ്ട് മിഷണറിമാരെ അയക്കുക എന്ന് പറയുന്ന ദൗത്യം സഭ ഉപേക്ഷിച്ചു കളഞ്ഞു. 18-ാം നൂറ്റാണ്ടല്ലേ, 16-ാം നമ്മളുടെ വില്യം കേരിയൊക്കെ വരുന്ന സമയം എന്താണ്, 1800 അല്ലേ, 19-ാം നൂറ്റാണ്ടാ, ശരി, 1800 അല്ലേ, അതെ, ഞാൻ കൃത്യ വർഷം ഞാൻ ഓർക്കുന്നില്ല. അവിടെ ഇദ്ദേഹം എഴുന്നേറ്റ് സഭയെ പറഞ്ഞു കേട്ടോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഇന്ത്യയിലെ ആളുകളെ, അന്ന് അദ്ദേഹം പറഞ്ഞത് പേഗൻസ് എന്നാണ് പറഞ്ഞത്, ജെൻറ്റൈൽസ് ഓർ പേഗൻസ് ഓഫ് ഇന്ത്യ, അവരെ സുവിശേഷവൽക്കരണം നടത്താനായിട്ട് എനിക്ക് പോകാനായിട്ട് താല്പര്യമാണ്. അങ്ങനെ ഒരു ഭാരം എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. അപ്പോൾ സഭയിലെ മൂപ്പന്മാരിൽ ഒരാൾ, വലിയ കൂടിയ ആളാണ്, ജോൺ റൈലൻഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞു, if God is going to save the pagans of India, he will do it without your help or my help. എൻ്റെ സഹായം കൂടാതെയും പിന്നെ വില്യം കേരിയുടെ സഹായം കൂടാതെയും ദൈവം ഇന്ത്യയിലുള്ളതായിരിക്കുന്ന ആളുകളെ രക്ഷിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ദൈവം ചെയ്തോളും, നീ എന്ന് ഭാരപ്പെടുമെന്ന് വേണ്ടത്. പക്ഷേ ദൈവം ഭാരം കൊടുത്ത വില്യം കേരി സമ്മതിച്ചില്ല കേട്ടോ, ദൈവം സമ്മതിച്ചില്ല. അദ്ദേഹം സഭയിൽ നിന്ന് താല്പര്യമുള്ള കുറേ മനുഷ്യരെ കൂട്ടി, മറ്റ് സഭകളിൽ നിന്നും താല്പര്യമുള്ള ആൾക്കാരെ കൂട്ടി. അങ്ങനെയാണ് ആധുനിക മിഷണറി ഏജൻസി, മിഷണറി സൊസൈറ്റീസിൻ്റെ ആരംഭം. അങ്ങനെയാണ്. സഭകൾ അതിനുള്ള മനസ്സ് വെച്ചില്ല. അതുപോലെ തന്നെ ഇപ്പം അങ്ങനെ ഒരു ക്രമീകരണമായതുകൊണ്ട് സഭയിൽ നിന്ന് അയച്ചാൽ മാത്രമേ മിഷണറിമാരാകൂ എന്ന് വർത്തമാനകാലത്ത് പറയാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ വിചാരിക്കുന്നു IEM, പിന്നെ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം അല്ലേ എന്ന് പറയുന്ന കാര്യം, മിഷണറി പ്രയർ ബാൻഡ് എന്ന് പറയുന്നതായിരിക്കുന്ന സംഘടന, പിന്നെ ഇന്ത്യ മിഷനും എന്ന് പറയുന്ന സംഘടന, എത്രയോ മിഷണറിമാരെയാണ് അവരയച്ചിരിക്കുന്നത്. ആ പോയ ആൾക്കാർ ആരും മിഷണറിമാരല്ല എന്ന് പറയുന്നത് അപരാധമാണ്. സഭകൾ അവരെ അയച്ചിരുന്നെങ്കിൽ മെച്ചമായിരുന്നു, അത് കാര്യം ശരിയാ. എന്നാൽ മിഷണറി വേലയ്ക്ക് വേണ്ടി പോകുന്ന ആളുകളൊക്കെ മിഷണറിമാരാണ്. അവർ സുവിശേഷ ഘോഷണത്തിനും സഭാസ്ഥാപനത്തിനുമായി സുവിശേഷം കേൾക്കാത്ത സ്ഥലങ്ങളിലേക്ക് ആളുകൾ പോകുന്നുവെങ്കിൽ അവരാണ് മിഷണറി. അങ്ങനെ പോകണം. അത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. എല്ലാവർക്കും പോകാൻ പറ്റുകയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു പ്രസിദ്ധമായിരിക്കുന്ന പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറയും, ഒന്നുകിൽ നിങ്ങൾ പോകണം, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ആളുകളെ സഹായിക്കണം. ഇത് സഹായിക്കാൻ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിർവാഹമില്ലെങ്കിൽ പോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിനുള്ള ഉത്തരവാദിത്വം എല്ലാ സഭാംഗങ്ങൾക്കും ഉണ്ട്. ദൈവം നിങ്ങളെ വിളിച്ചുവെങ്കിൽ നിങ്ങൾ പോകണം. ദൈവം സുവിശേഷ ഘോഷണത്തിനായുള്ള ഭാരം നിങ്ങളുടെ ഹൃദയത്തിൽ തന്നു, അതിനുള്ളതായിരിക്കുന്ന കഴിവുകൾ ദൈവം നിങ്ങൾക്ക് തന്നു, അതിനുള്ള വരം നിങ്ങൾക്ക് തന്നുവെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി പോകണം. അത് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. നിങ്ങൾ പോകാൻ മനസ്സ് വെച്ചാൽ നമ്മൾ അവരെ അയക്കണം, അവരെ പറഞ്ഞു വിടാം. അവരെ പോയി എന്നല്ല, അവരെ അയച്ചു എന്നല്ല, അവരെ പറഞ്ഞ് അയച്ചു എന്നാണ് അന്ത്യോക്യയിൽ നമ്മൾ കാണുന്നത്. അതൊരു നല്ല പ്രസ്താവന തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ അയക്കുകയും ചെയ്യാം. അപ്പോൾ അതിൽ കവിഞ്ഞതായ വലിയ ബുദ്ധിമുട്ടുകളും കെട്ടുപാടുകളും ഒന്നും ഈ പരിപാടിയിലില്ല. സുവിശേഷം പറയാൻ പോകുന്ന മനുഷ്യർ, സുവിശേഷ ഘോഷണവും സഭാസ്ഥാപനത്തിൻ്റെ ഉദ്ദേശവുമായി പോകുന്ന ആളുകൾ, അവരാണ് മിഷണറിമാർ. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യുക, അവരെ പിന്താങ്ങുക, പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അത് ദൈവസഭയുടെ ഉത്തരവാദിത്വമാണ് എന്ന് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മിഷണറിമാർ എന്ന് പറയുന്ന ആളുകൾ അവരെ മിഷണറിമാരാക്കി പിന്നെ അവരെന്തോ ചെയ്യുന്നേ, അവരിവിടെയുള്ള സഭകളെല്ലാം ഭരിച്ച് എങ്ങനെ കഴിയും. അവർ മിഷണറിമാരൊന്നുമല്ല, അവർക്ക് വേറെ പേര് കൊടുക്കണം. മിഷണറിമാരെന്ന് പറയുന്നത് സുവിശേഷ ഘോഷണത്തിനും മിഷണറി പ്രവർത്തനങ്ങൾക്കുമായി ഈ സഭയുടെ സ്വാധീനത്തിൻ്റെ വെളിയിലേക്ക് പോകുന്ന ആളുകളാണ്. അവരെയാണ് മിഷണറിമാരെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സഭകളൊക്കെ ഒരുമിച്ച് പോകാനായിട്ട് എന്തെങ്കിലും ക്രമീകരണം ഉണ്ടാക്കാമെന്ന് പറയുന്നതൊക്കെ നല്ല കാര്യമാണ്. ദൈവവചനത്തിന് വിരുദ്ധമല്ലാത്ത ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാക്കാം. പക്ഷേ അത് 13-ാമത്തെ അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുണ്ടാക്കിയ ഡിവൈൻ ഡിസൈനാണ്, ഇതനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി ഈ വേദഭാഗം ശ്രദ്ധിച്ച് വായിക്കാനായിട്ട് ആ പ്രിയപ്പെട്ടവരെ ഞാൻ അവരെ ഉത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ 3 പോയിൻ്റ് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ആവർത്തിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഈ വേദഭാഗം മിഷണറിമാരെ അയക്കുന്നതിന് ഉള്ള അടിസ്ഥാന വാക്യമായി, അല്ലെങ്കിൽ മിഷണറിമാരെ നിയമിക്കുന്നതിനുള്ള അടിസ്ഥാന വാക്യമായി പറയാൻ സാധിക്കുകയില്ല. കാരണം അതിൽ നിസ്തുല്യമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ രീതിയിൽ മാത്രമേ
മിഷണറിമാരെ അയക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം അപ്പോസ്തല പ്രവർത്തികളുടെ പ്രത്യേകമായിരിക്കുന്ന സ്വഭാവമാണ്. 2, ഈ ഭാഗത്ത് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ആവർത്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. 3, മറ്റ് അപ്പസ്തലന്മാരെ മിഷണറിമാരെ അയച്ചത് ഈ രീതിയിലാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണമായിട്ട് പറയുന്നത്. രണ്ടാമത് പറയാനുള്ളത്, ഒരു സഭയിൽ നിന്ന് അയക്കുന്നു എന്ന് പറയുമ്പോൾ, സഭയിൽ നിന്ന് അയക്കുന്നു, പറഞ്ഞയക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് വേല കൊടുത്തു, അവർക്ക് അധികാരം കൊടുത്തു, അവർക്ക് കൃപകൾ കൊടുത്തു, ആ നിമിഷം മുതൽ അവർ അപ്പോസ്തലന്മാരായി എന്ന് പറയുന്ന ഒരാശയമില്ല. കൃപകളും വരങ്ങളും ശുശ്രൂഷകളും ഏൽപ്പിക്കുവാനുള്ള അധികാരം സഭയ്ക്കില്ല. അതിനെ തിരിച്ചറിയാനും അംഗീകരിക്കാനും ഉള്ളതായിരിക്കുന്ന അവകാശം മാത്രമേ ഉള്ളൂ ദൈവസഭയ്ക്ക്. മൂന്നാമത് പറയാനുള്ളത്, കൈവയ്ക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് പ്രത്യേക അധികാരം കൊടുക്കുന്നതിനുള്ള ഒരു വഴിയല്ല. കൈവച്ചാൽ അതുകൊണ്ട്, കൈവെപ്പ് കൊണ്ട് തന്നെ ഒന്നും സംഭവിക്കുകയില്ല. കൈവയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വ്യക്തിയെ ദൈവം എന്ന കാര്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ബോധ്യമായി, അത് ഞങ്ങൾ സമ്മതിക്കുന്നു, അംഗീകരിക്കുന്നു, അതിനുവേണ്ടി ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, അദ്ദേഹത്തെ സഹായിക്കാം എന്ന ആ മിഷൻ വേലയോടുള്ള ഒരു ഏകീകരണം, അതിനുള്ള പരസ്യമായിരിക്കുന്ന അംഗീകരണമെന്ന് പറയുന്നതാണ് കൈവെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ പറയാം, നമുക്ക് ധാരാളം മിഷണറിമാരെ അയക്കണം. അവർ സുവിശേഷം കേട്ടിട്ടില്ലാത്ത ഇടങ്ങളിൽ ചെന്ന് കർത്താവിനോട് സുവിശേഷം പറയാനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ സഹായിക്കണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന മിഷണറി സംവിധാനം എന്ന് പറയുന്നത്. ആ വിഷയത്തിൽ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ സുവിശേഷം കേൾക്കുവാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് തന്നല്ലോ. അത് വിശ്വസിക്കുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് തുറന്നല്ലോ കർത്താവേ. അതുകൊണ്ട് ഈ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ, അത് മറ്റുള്ളവരോട് പറയുവാൻ, കടന്നു പോകുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് തരണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, അതിന് മനസ്സ് കൊടുക്കുന്ന ദൈവമക്കളെ ഉത്സാഹിപ്പിക്കുവാനും, അവരെ പിന്താങ്ങുവാനും, അവരുടെ പിൻപിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും സഹായിക്കുവാനും അവിടെ ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.